നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അത് മുളക് വറ്റിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം. കൊഴുവ മുളക് വറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, 5-8 കഷ്ണം ചുവന്നുള്ളി, 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നരച്ചുകൊണ്ട് വരാം. ഇതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില, അത് നാടൻ കറിവേപ്പിലയാണെങ്കിൽ മാത്രമേ ഇട്ട് അരച്ചെടുക്കാവുള്ളൂ. നമ്മൾ നാടൻ കറിവേപ്പില ആയതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു ലേശം വെള്ളം ചേർത്ത് നന്നായിട്ട് നരച്ചുകൊണ്ട് വരാം. എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ഒന്ന് ചൂടായി വരട്ടെ. 2 സ്പൂൺ മുളക് പൊടി, എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ അരപ്പ് തയ്യാറാനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കറിക്കൂട്ട് തയ്യാറാക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. കൊഴുവയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പീര വെറ്റിക്കുകയും തേങ്ങ അരച്ച് കറിയൊക്കെ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ മുളക് കറി വയ്ക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മുളക് വറ്റിക്കലാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം ഉലുവായിട്ട് കൊടുക്കാം. ഉലുവ ഒന്നും ഒത്തിരി വേണ്ട, ഒരു നുള്ളു ഉലുവായിട്ട് കൊടുത്താൽ. നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മീൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉളുമ്പ് ചുവ ഉണ്ടാകാതിരിക്കാനും നല്ലൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. പൊടികളായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളി, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടെ അരച്ച പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. തക്കാളി ഉള്ളി എല്ലാം അരച്ചത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ കൂട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രത്യേക രീതിയിലുള്ള മുളക് വറ്റിച്ചത് നല്ല ടേസ്റ്റിയാണ് വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട, മീൻ മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നാല് പച്ചമുളക്, 2 കറിവേപ്പില, ഒരു വലിയ കഷ്ണം കുടംപുളി നമ്മൾ ചെറിയ പീസുകളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നാണ്. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അരപ്പൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റോളമായി നമ്മൾ മൂടി വെച്ച് അരപ്പെല്ലാം നന്നായിട്ട് വറ്റിയതാണ്ട് കാണാൻ സാധിക്കും. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പും പുളിയും അല്പം മുന്തി നിൽക്കണം. കാരണം മീൻ ഇട്ട് കഴിയുമ്പോൾ മീൻ കൂടി പിടിക്കത്തക്ക രീതിയിലുള്ള ഉപ്പും പുളി ആകത്തക്ക രീതി വേണം നമ്മൾ അരപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്തി നിൽക്കുന്നത്. അപ്പോൾ അത് നല്ല ഉപ്പുണ്ട്, ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. മീൻ കൂടെ ഇട്ട് കഴിയുമ്പോൾ
കറക്റ്റ് ഉപ്പും പുളിയായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ വെള്ളം ഒട്ടും ഇല്ലാതെ ഇട്ട് കൊടുക്കുക. അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ്. ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നീട് നമുക്ക് ഇളക്കാൻ പറ്റില്ല. കാരണം ഈ മീൻ അധികം വേവില്ലാത്ത കാരണം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നോക്കി അത് കറക്റ്റ് ചെയ്ത് ഇളക്കി ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മീനെല്ലാം നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീനായിരുന്നു. ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പെരിഞ്ചീരവും എല്ലാം നമ്മൾ അരച്ച് ചേർക്കുകയും ചെയ്തു. സാധാരണ കൊഴുവ വയ്ക്കുന്നേക്കാൾ ഇരട്ടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മീനൊന്ന് വെട്ടിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചാൽ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഈസി ടിപ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക്